ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞു. നമ്മുടെ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിലുള്ള താല്പര്യം കുറയുകയാണോ അതോ ഈ കാലാവസ്ഥയാണോ പ്രശ്നമെന്ന് അറിയില്ല. ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് ഉത്തർപ്രദേശിലും ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമ ബംഗാളിലുമാണ്. ഈ ഒന്നാം തീയതി നടക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ മുന്നണികൾ നീക്കം തുടങ്ങി. അപ്പോഴെങ്കിലും പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനാണ് എല്ലാ മുന്നണികളുടെയും ശ്രമം. ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. യഥാർത്ഥത്തിൽ കേരളത്തിലും അത്യാവശ്യം ചൂടുള്ള സമയത്താണ് പോളിംഗ് നടന്നത്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ഈ യങ്സ്റ്റേഴ്സൊക്കെ തന്നെ ഈ രാഷ്ട്രീയ കാര്യങ്ങളൊരു വൈമുഖ്യം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. പറയൂ. ഇന്നലെ 61.75% വോട്ട് നടന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. എല്ലാ ഇടങ്ങളിലുമായിട്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ ഇടങ്ങളിലുമായിട്ടുള്ള കണക്കാണ് ഇത്. ഈ സംസ്ഥാനങ്ങൾ തിരിച്ച് പരിശോധിക്കുമ്പോൾ ബീഹാറിൽ 55.24, ഹരിയാനയിൽ 62.09, ജമ്മു കാശ്മീരിൽ 54.46, ജാർഖണ്ഡിൽ 63.76, ഡൽഹിയിൽ 58.03, ഒഡീഷയിൽ 70.99, ഉത്തർപ്രദേശിൽ 54.03, ബംഗാളിൽ 80.06 എന്നതാണ് കണക്ക്. ഇതിൽ ഡൽഹിയിലെ കാര്യം നമുക്കെടുത്ത് പരിശോധിക്കാം. 58.03 ഡൽഹിയിലെ പോളിംഗ് നിരക്ക്. ഡൽഹിയിൽ ഇന്നലെ അനുഭവപ്പെട്ട ചൂട് എല്ലായിടങ്ങളിലും ഏതാണ്ട് 45 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. പലയിടങ്ങളിലും അസഹ്യമായിട്ടുള്ള ചൂട് വോട്ടർമാരെ ബൂത്തുകളിൽ നിന്നും അകറ്റി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പല ബൂത്തുകളിലും ക്യൂ നിൽക്കുന്ന വോട്ടർമാർക്കൊക്കെ ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് എന്ത് ഘടകം മാറ്റിവെച്ചാലും ഈ ചൂട് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. ഒരു വിഭാഗം ആളുകളെ ബൂത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് അത് കാരണമായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചൂട് വലിയ വില്ലനായി മാറി, അതൊരു വസ്തുതയാണ്. എന്നാൽ അതേപോലെ തന്നെ പല മേഖലകളും എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ആം ആദ്മി സഖ്യം ആണ് ഡൽഹിയിൽ ഉള്ളത്, ഇന്ത്യ മുന്നണി. ഒപ്പം BJPയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള മത്സരം ഇവിടെ ഉണ്ടായി. അങ്ങനെയുള്ള പാർട്ടികളുടെ ശക്തി മേഖലകളിൽ പലയിടങ്ങളിലും ഈ കേഡറോട്ടം എന്നൊക്കെ നമ്മൾ പറയുന്ന വോട്ടുകൾ പോലും പലയിടങ്ങളിലും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ മുന്നണികൾക്ക് രണ്ട് ഭാഗത്തിനും വളരെ ശക്തമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ്. ഉത്തർപ്രദേശുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ കർഷകർ കൂടുതലായിട്ട് വസിച്ചിരുന്ന ഇടങ്ങളിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അത് വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട്. ഹരിയാനയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ കേഡർ വോട്ടുകൾ കൊണ്ട് സമ്പന്നമായ സ്ഥലമാണ് BJPക്ക് ഹരിയാന. എന്നാൽ അവിടെ ഉണ്ടായ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഈ കാഡർ വോട്ടുകളിൽ കുറവുണ്ടാക്കി എന്ന നിഗമനത്തിലേക്ക് പോയിട്ടുണ്ട്. അത് ആ ഭാഗത്ത് അവർക്ക് വലിയ തിരിച്ചടിയുടെ ഒരു ഭീതി നൽകുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ച് ഇതേ ചൂടുള്ള ബംഗാളിൽ 80% വോട്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. കഴിഞ്ഞ തവണ 75 ഒക്കെ നടന്ന ഇടങ്ങളിലാണ് 80 ബംഗാളിൽ നടന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും അവർക്ക് നേട്ടമുണ്ടാകുന്നതിൻ്റെ സൂചനയാണ് ഇത് എന്ന അവകാശവാദമാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ഏതായാലും വരുന്ന ഇപ്പോൾ ഉള്ള ഈ പെർസെൻറ്റേജിൽ നിന്ന് ഒരു ചെറിയ മാറ്റം, ഒരു 5% ഉള്ളിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അന്തിമമായിട്ട് ഈ ശതമാനം നിജപ്പെടുത്തുമ്പോൾ ഏതായാലും അടുത്ത ഘട്ടങ്ങളിൽ വളരെ ശക്തമായിട്ട് ഈ പോളിംഗ് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കക്ഷികളുള്ളത്. അവസാന ഘട്ടമാണ്. വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ബൂത്തിലെത്തുകയാണ്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ. രാധാകൃഷ്ണൻ, മറ്റൊരു കാര്യം, ഈ ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുകയാണല്ലോ. മാത്രമല്ല ഈ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ ഇവിടെയെല്ലാം റെഡ് അലേർട്ടാണ് എന്നുകൂടി വാർത്ത വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ആണ് തീർച്ചയായിട്ടും. ഈ നിൽക്കുമ്പോൾ നല്ല ദേഹത്ത് പൊള്ളുന്ന ചൂടാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് ഈ പ്രകാശമടിക്കുന്ന ഇടങ്ങളിൽ ശരീരത്തിലോട്ട് ഈ സൂര്യരശ്മി വീഴുമ്പോൾ നല്ല പൊള്ളുന്ന വിധത്തിലുള്ള ഒരു കാഠിന്യം നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. ഇത് എല്ലായിടങ്ങളിലും, ഡൽഹിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വിധത്തിലുള്ള ഒരു സാഹചര്യമാണുള്ളത്. രാജസ്ഥാൻ ചുട്ടുപൊള്ളുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലയിടങ്ങളിലും 48 ഡിഗ്രിക്ക് മുകളിലായിട്ട് ഈ കാലാവസ്ഥ എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് 12 പേർ ഇന്നലെ മാത്രം മരണപ്പെടുന്ന അവസ്ഥയാണ് രാജസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ
ആരോഗ്യ വകുപ്പും ഒപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറഞ്ഞിരിക്കുന്നത്. അവർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത 3 ദിവസങ്ങളിലേക്ക്. മാത്രമല്ല ഈ ചൂട് കൊള്ളാനായിട്ട് ആരും ഇടയാക്കരുത്. സ്ട്രോക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ വലുതായിട്ട് മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ട്രോക്ക് വന്നിട്ടുള്ളവരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളടക്കമുള്ള ആരും ഈ പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് കാലാവസ്ഥ ഒരു 45 ഡിഗ്രിക്ക് മുകളിലേക്ക് 45 ഡിഗ്രിക്ക് മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്നത് പോലും ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ആരോഗ്യ മന്ത്രാലയം അടക്കം നൽകുന്നത്. കനത്ത ചൂടിൻ്റെ കാഠിന്യത്തിലാണ് ഡൽഹി ഉള്ളത്. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യുന്നത്. SK. താങ്ക് യു. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകി.